ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ തിരൂരിലോട്ടൊരു ചെറിയ പർച്ചേസിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഞാനും റൈഹാൻ താത്തയാണ് ഇന്ന് പോണത്. ഈ ഓഗസ്റ്റ് 15 സാധനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ബസ്സിൽ വളാഞ്ചേരി പട്ടാമ്പി ബസ്സിൽ കയറി ഇപ്പോൾ തിരൂർ ബസ്സിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും. പിന്നെ ബസ് പുറപ്പെട്ടിരിക്കുന്നു വളാഞ്ചേരിയിൽ നിന്ന് പോയിരിക്കുന്നു. രാവിലെ 7:30 ഞങ്ങൾ വീട്ടിൽ നിന്ന് നിൽക്കുന്നത്. ഇപ്പോൾ വളാഞ്ചേരിയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ് പാട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ക്ഷീണം, ബോറടിക്കലും ഉറക്കം വരലൊക്കെ ആയിരുന്നു. ഇത് ചെയ്യും ഗെയ്സ്, പാട്ടും വെക്കില്ല. പാട്ടുള്ള ബസ്സിലാണ് ഞങ്ങൾ ആദ്യം കയറുന്നത്. അത് തിരൂർക്ക് ഉണ്ടാവും ശരിക്കും, അപ്പോൾ തിരൂർക്കില്ല. പിന്നെ ഞങ്ങൾ പാട്ടില്ലാത്ത ബസ്സിലും പോയി ഉറക്കം തോന്നിയിട്ടും അങ്ങനെ ഇങ്ങനെ ആടിയിട്ടൊക്കെ ഫോൺ വിളിച്ചിട്ടും എൻ്റെ ഫ്രണ്ടിന് ഫോൺ വിളിക്കുക, അവർ ഉറക്കം തോങ്ങാട്ടൊക്കെ ഇന്ന് പോയി. ഒരു ബോറടിച്ചും കൊണ്ടുള്ള പോവലിരുന്നു. സൈഡ് ബാക്കിൽ സീറ്റിലിരുന്നു. ഫ്രണ്ട് സീറ്റിലാണെങ്കിൽ ഡ്രൈവറിനോട് പറയായിരുന്നു പാട്ട് വെക്കാൻ. പിന്നെ അങ്ങനെയൊക്കെ പറയും പാട്ട് വെക്കാനൊക്കെ. ഓയ് ഗെയ്സ്, അത് കാണുമ്പോൾ പിന്നെ അടുത്ത് ഞങ്ങൾ ഹോട്ടൽ തപ്പി നടന്നു തിരൂർ. ഒരു ഹോട്ടലിൽ പോയേക്ക് നല്ല റേറ്റ് ചെയ്തു. പിന്നെ വേറെ ഹോട്ടലിൽ പോയിട്ട് പോൾ മസാല നെയ്റോസ്റ്റും അടിപൊളി ടേസ്റ്റ് ആയിട്ട് നെയ്റോസ്റ്റ് വടയാണെങ്കിൽ നല്ല ടേസ്റ്റ്. ബില്ലാണ് ഗെയ്സ് 200 രൂപ. പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് ഞങ്ങൾ രാജാറാം ഫാൻസി അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു ഓട്ടോറിക്ഷക്കാരോടൊക്കെ ചോദിച്ച് അന്വേഷിച്ച് പോയി. അവസാനം ഞങ്ങൾ കണ്ടുപിടിച്ചു ഗെയ്സ്. അങ്ങനെ ഞങ്ങൾ ആ ഓട്ടോറിക്ഷയും ോട് ചോദിച്ച് ഞങ്ങളെ സ്ഥലം കണ്ടുപിടിച്ചു. അങ്ങനെ പോയി ഒരു രാജാറാം ഫാൻസി ബോർഡ് കണ്ടേക്ക് ഞാൻ പറഞ്ഞു ഞാൻ താത്തതാ അതായിരിക്കും, നമുക്ക് കയറി നോക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ കയറി നോക്കി. അവിടെ ഒരാൾ ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ചില്ല രാജാറാം ഫാൻസി. അങ്ങനെ കണ്ടുപിടിച്ച് ഗെയ്സ്. പിന്നെ പറയാനുള്ളത്, അതിൻ്റെ ഉള്ളിലോട്ട് കയറി വീഡിയോ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ച്. അതിൽ ചെങ്ങായിയെ വന്ന് ചൂടായി പറഞ്ഞു വീഡിയോ എടുക്കാൻ പറ്റില്ല പറഞ്ഞങ്ങാണ്ട വന്ന അദ്ദേഹം. അയാൾ വലിയ ആളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റൂല ഇറങ്ങാണ്ട ചൂടായി. ഞങ്ങൾ പിന്നെ ഒന്നും നോക്കില്ല, ഇറങ്ങി പോകുന്നതാണ്. എന്നിട്ട് ഞങ്ങൾ ഓരോ തന്നെയാണ് ഈ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ സാധനങ്ങൾ അറിയാതെ എടുത്തു. അതൊക്കെ പർച്ചേസ് ചെയ്തു. പിന്നെ ഞങ്ങൾ പോകുന്നു. ചെറിയ സാധനങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ വാങ്ങിയിട്ടില്ല. പിന്നെ ഞങ്ങളിതാ ബസ്സിൽ വളാഞ്ചേരിക്കുള്ള ബസ്സിൽ തിരൂരിലോട്ട് കയറി. പിന്നെ ഇതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഗെയ്സ്. റോഡൊന്നും തിരക്കില്ല, രാവിലെ പോയതുകൊണ്ട് വേഗം കിട്ടിപ്പോന്നു. വൈകി പോവുകയാണെങ്കിൽ കിട്ടാൻ മതി. ഡ്രൈവർ കാക്കാനോട് പാട്ടൊക്കെ വെച്ച് തരാൻ പറഞ്ഞു. പാട്ട് വെച്ച് പോന്നു. പിന്നെ പൈസ GPay ചെയ്ത് കൊടുക്കാൻ പറഞ്ഞത് GPay ചെയ്ത് കൊടുത്തു. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ എത്തി. ഇവിടെ ഇപ്പോൾ വെട്ടിച്ചിറ ടോൾ പ്ലാസിൽ. അപ്പം ചെറുതായിട്ട് മഴയും വരുന്നുണ്ടായിരുന്നു. ഞാനെന്താ ചെയ്യാൻ താത്ത സൈഡ് സീറ്റിലായിരുന്നു ഇരുന്നിരുന്നു. മഴ ആകെ നനഞ്ഞ് നല്ല പെരും മഴയായിരുന്നു.